ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നാച്ചുറൽ സയൻസ് പെഡഗോഗിയിൽ വരുന്ന ടോപ്പിക്കാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകാർക്ക് വേണ്ടി ഇന്ന് സൈക്കോളജി ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് അതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് പറയാം. നാച്ചുറൽ സയൻസ് അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ബയോളജി ഈസ് എ നാച്ചുറൽ സയൻസ് കൺസേൺ വിത്ത് ദ സ്റ്റഡി ഓഫ് ലൈഫ് ആൻഡ് ലിവിങ് ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് ദെയർ സ്ട്രക്ചർ, ഫങ്ഷൻ, ഗ്രോത്ത്, എവല്യൂഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഐഡൻറ്റിഫിക്കേഷൻ and taxonomy. Biology literally means the study of life. Biology is such a broad field covering a minute working of chemical machines inside our cells to broad scale concepts of ecosystems and global climate change. അപ്പോൾ നമ്മൾ ബയോളജിക്കൽ സയൻസസിൽ പഠിക്കുന്നത് എന്താണെന്നാണ്. ഇത് സയൻസ് എടുത്ത ഒരാൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടോപ്പിക്, നമ്മളുടെ എയിംസ്, ഒബ്ജക്റ്റീവ്സ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാല്യൂസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസസ്. എന്തൊക്കെ വാല്യൂസാണ് നമ്മൾ ബയോളജിക്കൽ സയൻസസ് പഠിക്കുമ്പോൾ കിട്ടുന്നത്? ബയോളജിക്കൽ സയൻസ് ഈസ് ബേസ്ഡ് ഓൺ 4 ഫണ്ടമെൻ്റൽ വാല്യൂസ്. അതായത് 4 വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ്. ക്യൂരിയോസിറ്റി ഈസ് ഗുഡ് ആൻഡ് ഷുഡ് ബി എൻകറേജ്ഡ്. നോളജ് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ് ടു അക്വയർ നോളജ്. ക്യൂരിയോസിറ്റി ഈസ് ഗുഡ് ആൻഡ് ഷുഡ് ബി എൻകറേജ്ഡ്. ക്യൂരിയോസിറ്റി അത് ഗുഡാണ്, അത് നമ്മൾ എൻകറേജ് ചെയ്യണം, അറിയാനുള്ള ഒരു ആകാംക്ഷ. ദെൻ നോളജ് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ് ടു അക്വയർ നോളജ്. അപ്പം നോളജ് ഉള്ളതും നല്ലതാണ്, അതുകൊണ്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യണം. ഇറ്റ് ഈസ് റോങ് ടു ഫാൾസിഫൈ ഓർ ഫാബ്രിക്കേറ്റ് ദ ഡാറ്റ ഓൺ വിച്ച് നോളജ് ഈസ് ബേസ്ഡ്. ഇറ്റ് ഈസ് ഗുഡ് ടു കീപ് ആൻ ഓപ്പൺ മൈൻഡ്, ടു ബി വില്ലിങ് ടു എക്സാമിൻ ആൻഡ് കൺസിഡർ ന്യൂ എവിഡൻസ് ആൻഡ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, tempered by vigilant level of skepticism. നെക്സ്റ്റ് നമ്മൾ എയിംസ് ഓഫ് ടീച്ചിങ് ബയോളജിക്കൽ സയൻസസ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ്, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, ഡെവലപ്മെൻറ്റ് ഓഫ് തിങ്കിങ് എബിലിറ്റീസ്, നർച്ചറിങ് ക്യൂരിയോസിറ്റി, നർച്ചറിങ് ക്രിയേറ്റിവിറ്റി, നർച്ചറിങ് ആസ്തറ്റിക് സെൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. അതായത് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് തിങ്കിങ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാം. നർച്ചറിങ് ക്യൂരിയോസിറ്റി നർച്ചർ ചെയ്യാം. നർച്ചറിങ് ക്രിയേറ്റിവിറ്റി നർച്ചർ ചെയ്തെടുക്കാം. നർച്ചറിങ് ആസ്തറ്റിക് സെൻസ്, ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോബ്ലം സോൾവിങ്. ഇതെല്ലാം നമ്മൾ ബയോളജിക്കൽ സയൻസസ് പഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ്. മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത് ടു വർക്ക് അക്കോർഡിംഗ് ടു ദ സ്റ്റുഡൻറ്റ് സയൻസ് മെത്തേഡ് ആൻഡ് ഡെവലപ്ഡ് സയൻറ്റിഫിക് വ്യൂസ്, to impart the knowledge to students about the world, the importance of science and its effect on society and its environment, and give them the knowledge of the role of the environment so that learners can utilize the correct methods of the uses of the environment. അതായത് നമ്മൾ എൻവയോൺമെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ എൻവയോൺമെൻറ്റിലുള്ള റിസോഴ്സസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ കറക്റ്റ് മെത്തേഡിൽ തന്നെ നോളജ് അക്വയർ ചെയ്യുക. അതായത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ടു യൂസ് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് പ്രോബ്ലം, ഹൈപ്പോത്തസിസ്, എക്സ്പെരിമെൻറ്റ്, കൺക്ലൂഷൻ, ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതൊക്കെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. ടു ഡെവലപ്പ് ദ കോമ്പിറ്റൻസി to apply his knowledge to the solution of the problems around him. He or she has an understanding of the technological processes so that he or she can use it in his or her surrounding. അതായത് ഒരു കോമ്പിറ്റൻസി നമ്മൾ അപ്ലൈ ചെയ്യണം, നോളജ് അക്വയർ ചെയ്യാൻ. നമ്മളുടെ ചുറ്റും ഉള്ളവരുമായൊരു കോമ്പിറ്റൻസി ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ചുറ്റും ഉള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അതിനൊക്കെ ഈ കോമ്പിറ്റൻസി നല്ലതാണ്. ഡെവലപ്പ് കോമ്പിറ്റൻസി അതൊരു ഒബ്ജക്റ്റീവാണ്. then he or she should develop desirable scientific attitudes and values. സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്സും വാല്യൂസൊക്കെ ഡെവലപ്പ് ചെയ്യാം. കോപ്പറേഷൻ,
ടീം സ്പിരിറ്റ്, ഫെല്ലോ ഫീലിംഗ്, ലീഡർഷിപ്പ്, കറേജ്, ട്രൂത്ത്ഫുൾനെസ്, ഹോണസ്റ്റി ആൻഡ് സിൻസിയറിറ്റി. ഇതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ നാച്ചുറൽ സയൻസ് ടീച്ചിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സയൻസ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു NCF. NCF 2005 ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണുക. അപ്പോൾ അതിൽ സയൻസിനൊരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സയൻസ് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് എന്ന് കൺസിഡർ ചെയ്ത് അവരൊരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ സയൻസിന് കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു NCF 2005, ഗുഡ് സയൻസ് എഡ്യൂക്കേഷൻ ഈസ് വൺ ദാറ്റ് ഈസ് ട്രൂ ടു ലേണർ. ട്രൂ ടു ലേണർ ആണ്, ട്രൂ ടു ലൈഫ് ആൻഡ് ട്രൂ ടു സയൻസ്. Then cognitive validity requires that the content, process, language and pedagogical practices of the curriculum are age appropriate and within the cognitive reach of the learner. അപ്പോൾ ഇതാണ് NCF 2005 പറയുന്ന സയൻസ് എന്ന് പറയുന്നത്. നല്ലൊരു സയൻസ് എഡ്യൂക്കേഷൻ ട്രൂ ടു ലേണർ ആയിരിക്കണം, ട്രൂ ടു ലൈഫ് ആയിരിക്കണം, ട്രൂ ടു സയൻസ് ആയിരിക്കണം. അതേപോലെ കൊഗ്നിറ്റീവ് വാലിഡിറ്റി, കണ്ടൻറ്റ്, പ്രോസസ്സ്, ലാംഗ്വേജ്, പെഡഗോഗിക്കൽ പ്രാക്ടീസ്, കരിക്കുലം ഏജ് അപ്രോപ്രിയേറ്റ്, ഓരോ ഏജിനും യോജിച്ചതായിരിക്കണം. ആൻഡ് വിത്തിൻ ദ കൊഗ്നിറ്റീവ് റീച്ച് ഓഫ് ദ ലേണർ. ആ ലേണറിൻ്റെ കൊഗ്നിറ്റീവ് റീച്ച്, അതായത് ആ കൊഗ്നിറ്റീവ് ലെവലിനനുസരിച്ചുള്ളതായിരിക്കണം കണ്ടൻറ്റും പ്രോസസ്സസും ഒക്കെ. അപ്പോൾ ഇതാണ് NCF പറയുന്നത്. ഇനി NCF പറയുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Pedagogy of learning sciences should be designed to address the aims of learning science is to learn the facts and principles of science and its applications consistent with the stage of cognitive development. അപ്പോൾ സയൻസ് പെഡഗോഗി ലേൺ ചെയ്യുന്നതുകൊണ്ട്, അതായത് എയിംസ് ഓഫ് ലേണിംഗ് സയൻസ് എന്ന് പറയുന്നത് ഈസ് ലേൺ ഫാക്ട്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. നമ്മൾ സയൻസിലെ ഫാക്ട്സും പ്രിൻസിപ്പിൾസും ഒക്കെ പഠിച്ച് അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ എവിടെ കണ്ടെത്തുന്നു, അതാണ് സയൻസ് പെഡഗോഗി. അങ്ങനെ ആയിരിക്കണം, അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇംപ്രൂവ് ചെയ്യാൻ തരത്തിലായിരിക്കണം. To acquire skills and understand the methods and processes that lead to generation and validation of scientific knowledge. അപ്പോൾ acquired skills അതൊക്കെ and understand the methods and processes that leads to the generation and validation of scientific knowledge. നമ്മൾ അപ്ലൈ ചെയ്ത സ്കിൽസും മെത്തേഡ്സും അതൊക്കെ ഒരു സയൻറ്റിഫിക് നോളജിൻ്റെ ജനറേഷന് കാരണമാവുന്നുണ്ട്. Then to develop a historical and developmental perspective of science and to enable her to view science as a social enterprise. സയൻസിനെ ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് ആയിട്ട് കാണാനുള്ള ഒരു ഡെവലപ്മെൻ്റൽ പേഴ്സ്പെക്റ്റീവ് ആണ്. ഹിസ്റ്റോറിക്കൽ ആൻഡ് ഡെവലപ്മെൻ്റൽ പേഴ്സ്പെക്റ്റീവ് ഓഫ് സയൻസ് ആണ് ഇത് പഠിക്കുന്ന ലേണറിനെ സയൻസ് ഒരു സോഷ്യൽ എൻ്റർപ്രൈസ് ആയിട്ട് കാണാൻ സഹായിക്കുന്നു. To relate to the local as well as global and appreciate the issues at the interface of science, technology and society. അതായത് സൊസൈറ്റിയും ലോക്കൽ സൊസൈറ്റി എല്ലാമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സയൻസ് പഠിക്കാം. ടെക്നോളജി ആയിട്ടും സൊസൈറ്റി ആയിട്ടും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് സയൻസ് പഠിക്കാം. ടു അക്വയർ ദ റിക്വസിറ്റ് തിയോററ്റിക്കൽ നോളജ് ആൻഡ് പ്രാക്ടിക്കൽ ടെക്നോളജിക്കൽ സ്കിൽസ് ടു എൻ്റർ ദ വേൾഡ് ഓഫ് വർക്ക്. അക്വയർ റിക്വസിറ്റ് തിയോററ്റിക്കൽ നോളജ്, ആവശ്യമായിട്ടുള്ള തിയോററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ ടെക്നോളജിക്കൽ സ്കിൽസൊക്കെ നമ്മളുടെ പുതിയ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നോളജും പ്രാക്ടിക്കൽ സ്കിൽസൊക്കെ അക്വയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം സയൻസ് പെഡഗോഗി. ടു നർച്ചർ ദ നാച്ചുറൽ ക്യൂരിയോസിറ്റി, ആസ്തറ്റിക് സെൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അത് നാച്ചുറൽ ക്യൂരിയോസിറ്റിയും ആസ്തറ്റിക് സെൻസും ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ളതായിരിക്കണം സയൻസ് പെഡഗോഗി. ദെൻ ടു ഇംബൈബ് ദ വാല്യൂസ് ഓഫ് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, കോപ്പറേഷൻ, കൺസേൺ ഫോർ ലൈഫ് ആൻഡ് പ്രിസർവേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ടു കൾട്ടിവേറ്റ് സയൻറ്റിഫിക് ടെമ്പർ, ഒബ്ജക്റ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് പ്രെജുഡീസ്. അപ്പോൾ ഹോണസ്റ്റിയും ഇൻറ്റഗ്രിറ്റിയും കോപ്പറേഷനും അതൊക്കെ നമ്മൾ ഈ വാല്യൂസൊക്കെ പ്രിസർവ് ചെയ്യാനുള്ളതായിരിക്കണം ഒരു സയൻസ്
പെഡഗോഗി എന്ന് പറയുന്നത്. അതേപോലെ സയൻറ്റിഫിക് ടെമ്പർ, ഒബ്ജക്റ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, ഫ്രീഡം ഫ്രം ഫിയർ ആൻഡ് പ്രജുഡീസ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കണം ഒരു സയൻസ് പെഡഗോഗി. അക്കോർഡിംഗ് ടു NCF ഇത്രയൊക്കെയാണ് സയൻസ് പെഡഗോഗി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സയൻസ് പെഡഗോഗിയായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ബ്രോഡ് നാഷണൽ ഗോൾസ് ഓഫ് ടീച്ചിങ് നാച്ചുറൽ സയൻസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു ജനറൽ ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് കേട്ടു പോവുക. നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിൽ നിൽക്കും. മേ ബി ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇതിന്ന് വരാം, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്